പശ്ചിമ കൊച്ചിയില് മാലിന്യ നീക്കം നിലച്ചു. തെരുവുകളിലൊക്കെ മാലിന്യ കൂമ്പാരമാണ്. ഈ പ്രതിസന്ധി കരാർ കമ്പനികൾ മാലിന്യമെടുക്കുന്നത് നിർത്തിയതോടെയാണ് ഉടലെടുത്തത്. കമ്പനിയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ ബെനാമി ഇടപാടെന്നും ആരോപണമുണ്ട്. പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. പ്ലാസ്റ്റിക് മാലിന്യ നീക്കം നിലച്ചതോടെ പശ്ചിമ കൊച്ചിയിലെ തെരുവുകളിൽ മാലിന്യ കൂമ്പാരം. കളക്ഷൻ പോയിന്റുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. നഗരസഭയുടെ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസ് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടിയ അവസ്ഥയിലാണ്. മട്ടാഞ്ചേരി മേഖലാ ഓഫീസ് വളപ്പിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. വീടുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകളും നീക്കം ചെയ്തിട്ടില്ല. അടിയന്തരമായി പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ നീക്കം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ ആവശ്യപ്പെട്ടു. കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള ഫോർട്ട് കൊച്ചി സർക്കിൾ ഓഫീസും അതോടൊപ്പം തന്നെ കൊച്ചി നഗരസഭയുടെ വിവിധ സർക്കിൾ ഓഫീസ് പശ്ചിമ കൊച്ചിയിലുള്ള വിവിധ സർക്കിൾ ഓഫീസിൻ്റെ കീഴിൽ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് മുഴുവൻ പ്ലാസ്റ്റിക് മലകളാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം പ്ലാസ്റ്റിക് ഇവിടുന്ന് നീക്കം ചെയ്യുന്നത് നിലച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഇവിടുന്ന് എടുക്കുന്ന കോൺട്രാക്ടർ ഇവിടുന്ന് ലോറികൾ തരാതെ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് പശ്ചിമ കൊച്ചിയിലെ പല ഡിവിഷനുകളും. നമുക്കറിയാൻ സാധിക്കും, നമ്മൾ ഈ പ്ലാസ്റ്റിക് കുന്നുകൂടി കഴിഞ്ഞാൽ മാറാരോഗങ്ങളും മറ്റ് രോഗങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഗുരുതരാവസ്ഥയിലേക്ക് കടക്കുന്ന ഒരു പ്രദേശമാണ് പശ്ചിമ കൊച്ചി. ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലം. അടിയന്തരമായി കൊച്ചി നഗരസഭ ഇതിൽ ഇടപെട്ട് ഈ മാലിന്യ കൂമ്പാരം, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാറ്റണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനെത്തുന്ന കരാർ കമ്പനിക്കാർ എത്താതായതോടെയാണ് മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഗ്രീൻ ഹോംസ്, കേരള എന്നീ സ്വകാര്യ കമ്പനികൾക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് 1 കിലോയ്ക്ക് 11 രൂപ 50 പൈസ എന്ന നിരക്കിലാണ് നൽകിക്കൊണ്ടിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഇത് 7 രൂപ 50 പൈസയായും പിന്നീടത് 4 രൂപ 50 പൈസയായും കുറച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് കിലോ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന തുകയിലെ വർധനവിന് വേണ്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫിന്റെ ഒത്താശയോടെയാണ് ഈ കമ്പനികൾ നിസ്സംഗത പുലർത്തുന്നതെന്നുമാണ് ആരോപണം. ഇതിലൂടെ വൻ കമ്മീഷനാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. തമ്പുരാൻ എന്ന വ്യക്തിയുടെ പേരിലുള്ള കേരള എന്ന കമ്പനി ബ്രഹ്മപുരം മാലിന്യ പ്രശ്നത്തിലും ആരോപണം നേരിടുന്നുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫിന്റെ ബിനാമിയാണ് ഇയാളെന്നാണ് ആക്ഷേപം. എൻ്റെ ഡിവിഷനിൽ തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എടുത്ത വേസ്റ്റാണ് പ്ലാസ്റ്റിക് റിജക്റ്റ് വേസ്റ്റ് എടുത്തിട്ട് ഇന്നത്തേക്ക് 3-4 മാസമായി. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് വണ്ടിയുടെ പൈസ തന്നിട്ടില്ല, ഞങ്ങൾക്ക് വണ്ടിയിൽ എടുക്കാൻ പറ്റില്ല, വണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ എടുക്കാതിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൽ വരുന്ന കറികൾ മേടിച്ചത്, ഫുഡ് മേടിച്ചതടക്കം ആ പ്ലാസ്റ്റിക് അവിടെ ഇരുന്ന് പുഴുകി അല്ലെങ്കിൽ വൃത്തികേടായി അതിൽ നിന്ന് പുഴുക്കളും അതിൽ നിന്ന് ഈച്ചകളും വരുത്തുന്ന രോഗങ്ങൾ, കൊതുകുകൾ വരുത്തുന്ന രോഗങ്ങൾ നമ്മുടെ അവിടെ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് എടുക്കുന്നില്ല എന്നുള്ളതിന് ശക്തമായിട്ട് ഞങ്ങളുടെ എതിർപ്പ് ഞാനിപ്പോൾ പറയാണ്. കാരണം അതിൽ നല്ല അഴിമതിയുണ്ട്, അതിന് ഒരു സംശയവുമില്ല. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മാലിന്യങ്ങൾ നീക്കിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസ്, മട്ടാഞ്ചേരി ടൗൺ ഹാൾ, മൂലംകുഴി, സാന്തോം കോളനി, മാനാശ്ശേരി സോണൽ ഓഫീസ്, മട്ടാഞ്ചേരി, കോമ്പാറ എന്നിവിടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ കൊച്ചി നഗരസഭ നാളിതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് പൊതുജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും. ന്യൂസ് മലയാളം, കൊച്ചി.